കേരള MG ഫിഷറീസ് അഗ്രികൾച്ചർ KTU മലയാളം സർവകലാശാലകളിലേക്കാണ് നിയമന നീക്കം. നോമിനികളെ നൽകാത്തതിനാൽ സർവകലാശാല പ്രതിനിധികളില്ല. സ്വന്തം നിലയ്ക്ക് VC നിയമനത്തിനാണ് ഗവർണറുടെ നീക്കം. വിജ്ഞാപനം ഓരോ സർവകലാശാല സിൻഡിക്കേറ്റുകളും കോടതിയിൽ ചോദ്യം ചെയ്യാനിടയുണ്ട്. സർക്കാരും ഗവർണർക്കെതിരെ രംഗത്തുവരും. അതേസമയം VCമാർ ഇല്ലാതെ ഒരു വർഷത്തോളമായ സാഹചര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് രാജ്ഭവന്റെ നിലപാട്. കേരള സർവകലാശാല സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറുടെ നോമിനിയായി ISRO ചെയർമാൻ S. സോമനാഥനെ ഉൾപ്പെടുത്തി. VC നിയമന നിയമപ്രകാരം 8-അംഗ കമ്മിറ്റിയുമായാണ് ഗവർണർ മുന്നോട്ടു പോകുന്നത്. 4 വർഷ ബിരുദമടക്കം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വരുന്ന ഘട്ടത്തിൽ സർവകലാശാലകളിലെ ഇൻചാർജ് ഭരണം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് കണ്ടാണ് സ്ഥിരം VC നിയമനത്തിലേക്ക് ഗവർണർ കടന്നത്. നിലവിൽ കാലിക്കറ്റ് ഒഴികെ ഒരു സർവകലാശാലയിലും സ്ഥിരം VCമാരില്ല. അതത് സർവകലാശാല പ്രതിനിധികളെ നൽകാത്തതിനാൽ UGCയുടെയും ചാൻസലർ എന്ന നിലയിൽ തന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് സമിതിക്ക് രൂപം നൽകിയത്. സർവകലാശാലകൾ പ്രതിനിധികളെ പിന്നീട് നിർദ്ദേശിച്ചാൽ അവരെ സമിതികളിൽ ഉൾപ്പെടുത്തും. ഗവർണറുടെ അധികാരം കുറച്ച ബില്ലിൽ രാഷ്ട്രപതിയുടെ തീരുമാനം വരുന്നതുവരെ സ്ഥിരം VCമാർ വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ. രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയതോടെ ഇനി സർക്കാർ നീക്കം എന്തായിരിക്കുമെന്നാണ് കാത്തിരിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.